നമസ്തേ. പരമശിവൻ നടരാജ സ്വരൂപത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രമായ ചിദംബരം തില്ലൈ നടരാജ ക്ഷേത്രത്തിലാണ് ഇന്നത്തെ യാത്ര. നടരാജൻ ആനന്ദ നടനമാടുന്ന ചിദംബരം ക്ഷേത്രം. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ചിദംബരം ആകാശത്തെ സൂചിപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ 40 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നു ഇത്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 5 മണിയോട് കൂടിയാണ് യാത്ര തിരിച്ചത്. യാത്രയിൽ രസകരമായ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് നമ്മൾ രാവിലെ ഒരു 4 മണിയോട് കൂടി ചിദംബരത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അമ്പല ദർശനത്തിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഗോപുരം എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നു പോകേണ്ടതുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ എന്തോ ഉത്സവത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന രഥങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കിങ്ങനെ ഇടതുഭാഗത്തായി കാണാം. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഭഗവാന് സമർപ്പിക്കാനുള്ള പുഷ്പങ്ങളും പൂജാദ്രവ്യങ്ങളുമായി ഒരുപാട് പേർ കച്ചവടത്തിനായി നിരന്നിരിക്കുന്ന കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തിയിരിക്കുകയാണ്. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽപ്പെട്ട ചിദംബരം ആകാശത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ളവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാളഹസ്തി ക്ഷേത്രം കാറ്റിനെയും, കാഞ്ചി ഏകാംബരേശ്വരൻ ക്ഷേത്രം ഭൂമിയെയും, തിരുച്ചിറപ്പള്ളി തിരുവനായക ക്ഷേത്രം ജലത്തിനും, തിരുവണ്ണാമല അഗ്നിക്കും സമർപ്പിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങൾ പോലെ 9 പ്രവേശന കവാടമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ശിവകാമി അമ്മൻ, ഗണേശൻ, മുരുകൻ, വിഷ്ണു എന്നിവരുടെ ദേവാലയങ്ങളും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ നമുക്ക് കാണാം. സാധാരണ ക്ഷേത്രങ്ങളിൽ ശിവലിംഗമാണ് പൂജിക്കുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ ആനന്ദ നടനമാടുന്ന നടരാജ സ്വരൂപമാണ്. ദ്രാവിഡ ശൈലിയിൽ ഉള്ള ഈ ക്ഷേത്രം 10-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. മഹാദേവനും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് ഇത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിധിച്ച 108 നാട്യഭാഗങ്ങളുടെ ശില്പങ്ങൾ കിഴക്കേ ഗോപുരത്തിൽ കൊത്തിവച്ചിരിക്കുന്നത് കാണാം. ക്ഷേത്രത്തിലെ ചരിത്രങ്ങൾ വിളിച്ചോതുന്ന ചിത്രങ്ങൾ നമുക്ക് ചുറ്റിലും കാണാം. ഓരോ ചിത്രങ്ങളും നമ്മോട് ഒരുപാട് കഥകൾ വിളിച്ചു പറയും. തൂണുകളുടെ എണ്ണത്തിലും ചവിട്ടുപടികളുടെ എണ്ണത്തിലും വരെ പല അർത്ഥങ്ങൾ ഉണ്ട്. അല്പം ഇടത്തോട്ടു മാറി ഹൃദയത്തിൻ്റെ സ്ഥാനത്താണ് പൊന്നമ്പലം സ്ഥിതി ചെയ്യുന്നത്. 5 പടികൾ കയറി വേണം ഇവിടെ പ്രവേശിക്കാൻ. നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രധാന ശ്രീകോവിലിന് പൊന്നമ്പലം അല്ലെങ്കിൽ കനകസഭ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പ്രധാന ശ്രീകോവിലിൻ്റെ ഇടതുവശത്ത് ശിവന്റെ പത്നിയായ ദേവി ശിവകാമസുന്ദരിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 2 ആദരണീയരായ സന്യാസിമാർ പതഞ്ജലിയും വ്യാഘ്രപാദയും ശ്രീകോവിലിന് പുറത്ത് കാവൽ നിൽക്കുന്നു. ചിദംബരം ക്ഷേത്ര ദർശനം ഭക്തർക്ക് ആത്യന്തിക മോക്ഷം ലഭിക്കുമെന്നാണ് ശൈവമതക്കാർ വിശ്വസിക്കുന്നത്. മനോഹരമായ വാസ്തുവിദ്യയാൽ അലങ്കരിച്ച ഈ ക്ഷേത്രത്തിൻ്റെ കൽഭിത്തികളിൽ ആയിരക്കണക്കിന് ശില്പങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട്. വ്യത്യസ്ത നൃത്ത ആസനങ്ങൾ അവതരിപ്പിക്കുന്ന സ്ത്രീകളുടെ നിരവധി പ്രതിമകൾ നമുക്ക് ഇവിടെ കാണാം. ചിദംബരം ശരിക്കും ഒരു കാഴ്ചാവിസ്മയം തന്നെയാണ്. എത്ര തവണ വന്നാലും പിന്നെയും പിന്നെയും വരണമെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ശിവഗംഗ എന്ന നാമധേയമുള്ള ക്ഷേത്രകുളത്തിലാണ് ഭഗവാൻ ആറാടുന്നത്. തൊഴുതു പുറത്തിറങ്ങിയ ഞങ്ങൾക്ക് പ്രസാദമെല്ലാം കിട്ടി. അതെല്ലാം കഴിച്ച് ഇതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആജാനുബാഹുവായ ക്ഷേത്ര വാതിൽ നമുക്ക് കാണാം. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ 12 മണി വരെയും വൈകിട്ട് 5 തൊട്ട് 10 വരെയുമാണ് ഈ ക്ഷേത്രത്തിലെ നട തുറന്നിരിക്കുന്ന സമയം.
നടരാജൻ ആനന്ദ നടനമാടുന്ന ഈ ചിദംബരം ക്ഷേത്രത്തിൽ എത്തുക എന്ന് പറയുന്നത് ഒരു പുണ്യ അനുഭവമാണ്. ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിലെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്തേ.